വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അനിശ്ചിതകാല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള അനിശ്ചിതകാല സമരങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാരന് അന്നം കൊടുക്കുന്ന, അവന്റെ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്ന റേഷൻ കടകൾ അനിശ്ചിതകാലമായി അടച്ചിടുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സമരം പ്രഖ്യാപിച്ചത് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ അറിയില്ല. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ ഇറങ്ങിത്തിരിക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മെച്ചപ്പെട്ട വേതനം നൽകണമെന്നുള്ള ആവശ്യമായിട്ടാണ് അവർ ആ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും റേഷൻ കട വ്യാപാരികൾ മാത്രമാണ് സമരം നടത്തിയത്. വാതിൽപ്പടിക്കൽ സേവനം എന്ന തരത്തിൽ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്ന വ്യാപാരികൾ സമരത്തിലായിരുന്നു. അങ്ങനെ സമരത്തിന്റെ പരമ്പര നടക്കുകയാണ്. എന്തിന്റെ വിഷയത്തിലാണ്? സാധാരണക്കാരന് കിട്ടേണ്ട ഭക്ഷ്യവസ്തുക്കൾ യഥാസമയം കൊടുക്കുന്ന കാര്യത്തിൽ നടപടിയെടുക്കേണ്ട സർക്കാരിന്റെ ഗുരുതരമായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ റേഷൻ വ്യാപാരികൾ സമരം. നമ്മൾ റേഷൻ വ്യാപാരികൾ മാത്രമല്ല ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇന്നലെ പോലെ തുറന്നിരിക്കുന്ന റേഷൻ കടകളിൽ ഇന്നും ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളില്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ കടന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു 1 രൂപയ്ക്ക് അരി കൊടുക്കുമെന്ന് പറഞ്ഞു. 1 രൂപയ്ക്ക് അരി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 25 കിലോ അരി കൊടുത്ത ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ റേഷൻ കടയിലേക്ക് സാധാരണക്കാരായ ആളുകൾ പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് അവർക്ക് സാധന സാമഗ്രികളുമായിട്ട് സൈക്കിളിൽ പോയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടന്നുപോയി സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓട്ടോറിക്ഷയിൽ പോയി മാത്രമേ ആ കാലഘട്ടത്തിൽ സാധനം വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകുവാൻ പറ്റാവുന്ന തരത്തിലുള്ള സാഹചര്യമായിരുന്നു ഐക്യ ജനാധിപത്യങ്ങളുടെ കാലഘട്ടത്തിൽ. എന്നാൽ ഈ കാലഘട്ടത്തിൽ റേഷൻ കടക്കാർ സമരം ചെയ്ത് ആ സമരം അവസാനിപ്പിച്ച് അവർക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് കട തുറന്നിട്ടും നമ്മുടെ റേഷൻ കടകളിൽ ഇന്ന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്ത ഒരു ദുരന്തപൂർവമായ ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത്. ബഹുമാനായ ആർഷന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ പൊതുവിതരണ സംവിധാനത്തെ ഈ ഗവൺമെന്റ് തച്ചു തകർത്തിരിക്കുകയാണ്. ഈ റേഷൻ കട അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം മാത്രമല്ല, കേരളത്തിന്റെ സമസ്ത മേഖല പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണകാലഘട്ടത്തിൽ അമ്പെ പരാജയപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാജുവിന്റെ പ്രസംഗത്തിൽ ക്രമസമാധാന വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അവിടെ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തെ കുറിച്ചാണ്. നമ്മുടെ ഈ തണ്ണീർമുക്കം പഞ്ചായത്തിൽ ഇവിടെ ഇരിക്കുന്ന വ്യാപാരികൾ, ഈ പ്രദേശത്തുള്ള കച്ചവടക്കാർ അവിടെ ഇങ്ങനെ കടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഈ തണ്ണീർമുക്കം പഞ്ചായത്തിൽ കൊക്കോകത്ത് ഒരു വ്യാപാരിയെ പട്ടാപ്പകൽ ആക്രമിച്ച് അവിടുത്തെ പണം മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഈ പ്രദേശത്തല്ലേ ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ടോ? എങ്ങനെയാണ് ഇവിടുത്തെ വ്യാപാരികൾ കടയിൽ തുറന്ന് അവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏത് നിമിഷവും ഇത്തരത്തിലുള്ള കൊള്ളക്കാരുടെ അക്രമികളുടെ കടന്നു വന്ന് അവരുടെ പണം പിടിച്ചപകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എമ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു.